ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. وَإِذَا انقَلَبُوا إِلَى أَهْلِهِمُ انقَلَبُوا فَكِهِينَ. വചനം 31. വഇദൻഖലബു അവർ തിരിച്ചു ചെന്നാൽ, ഇല അഹ്ലിഹിം അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻഖലബു അവർ തിരിച്ചു ചെല്ലും, ഫകിഹീൻ രസിക്കുന്നവരായിട്ട്. തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു. وَإِذَا رَأَوْهُمْ قَالُوا إِنَّ هَؤُلَاءِ لَضَالُّونَ. വചനം 32. വഇദാ റഅൗഹും അവർ അവരെ കണ്ടാൽ, ഖാലു അവർ പറയും, ഇന്ന ഹഉലാഇ നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ വഴിപിഴച്ചവർ തന്നെ. അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്. وَمَا أُرْسِلُوا عَلَيْهِمْ حَافِظِينَ. വചനം 33. വമാ ഉർസിലു അവർ അയക്കപ്പെട്ടിട്ടുമില്ല, അലൈഹിം അവരുടെ മേൽനോട്ടത്തിന്, ഹാഫിളീൻ സൂക്ഷിപ്പുകാരായി. അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും. فَالْيَوْمَ الَّذِينَ آمَنُوا مِنَ الْكُفَّارِ يَضْحَكُونَ. വചനം 34. ഫൽയൗമ എന്നാൽ അന്ന്, അല്ലദീന ആമനു വിശ്വസിച്ചവർ, മിനൽ കുഫാരി അവിശ്വാസികളെപ്പറ്റി, യദ്ഹകൂൻ ചിരിക്കുന്നതാണ്. എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്. على الأرائك ينظرون. വചനം 35. അലൽ അറായിക്ക് അലങ്കൃത കട്ടിലുകളിലായി, യൻളുറൂൻ അവർ നോക്കും. സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും. هل ثوب الكفار ما كانوا يفعلون. വചനം 36. ഹൽ തുവ്വിബ പ്രതിഫലം നൽകപ്പെട്ടുവോ, അൽ കുഫാറു അവിശ്വാസികൾക്ക്, മാ കാനൂ അവരായിരുന്നതിന്, യഫ്അലൂൻ ചെയ്യും അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ. ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ചു ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ അമുസ്ലിങ്ങളിൽ മാത്രമല്ല, ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക.
ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.